ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിനുമുമ്പ് എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലോ, ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുതേ. 3/4 കപ്പ് ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ഒരു 3/4 കപ്പ് തന്നെ വെള്ളം കൂടെ ഒഴിച്ചാണ് വെച്ചേക്കുന്നത്. ശർക്കര നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നരിച്ച് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കൊരു മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്, അതങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ജലാംശമൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏത്തപ്പഴം ഞാൻ ചെറുതായിട്ട് നനഞ്ഞെടുത്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്തേക്കണേ, അതുകൊണ്ട് ചേർത്ത് വഴറ്റിയെടുക്കാം. പഴം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനിയിൽ കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് നമുക്ക് ഏലയ്ക്ക ചെറുതായിട്ടൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു 1/4 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഏതവലായാലും കുഴപ്പമില്ല, അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. അവലും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇച്ചിരൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്ത ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടി ഈ കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും റവപ്പൊടി എടുത്തിട്ടുണ്ട്. ഏകദേശം 2 ടീസ്പൂൺ വേണ്ടി വരും. ഇതുകൂടെ നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കി ഇരിക്കുന്ന ശർക്കര പാനിയോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട്, ഇത് ഭയങ്കര തിക്കായിട്ടുള്ള ബാറ്ററായിട്ടിരിക്കുന്നത്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇനി ഇതിലോട്ട് നമുക്ക് 1 നുള്ള് മാത്രം സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കിട്ടണം, ഈ ലൂസിൽ. ചെറിയൊരു മധുരമുള്ളൂ. ഞാൻ നോക്കിയായിരുന്നു, വേണമെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാമായിരുന്നു. നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ കൂട്ടും കൂടെ നമുക്ക് ഇതിലോട്ട് ഈ ഒരു രീതിക്ക് മതി. ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിലോട്ട് ഒഴിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. ഇത് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വിടിവിച്ചെടുക്കാനും സാധിക്കും. നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പലഹാരം തന്നെയാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, മക്കളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ഇതേവണ്ണം ഉണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായും കഴിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.